കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന മകനെ കള്ളക്കേസിൽ കുടുക്കിയതായി മാതാവിന്റെ പരാതി. 3 വർഷത്തോളം എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ജോലി ചെയ്തു വരികയായിരുന്ന തന്റെ മകനെ കുവൈറ്റിൽ കള്ളക്കേസ് കൊടുത്ത് പീഡിപ്പിക്കുന്നതായി മാതാവ് ചൊക്ലി സ്വദേശിനി ബി ആമിനിയാണ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പരാതിപ്പെട്ടത്. 2022 ജൂൺ 16 കുവൈറ്റിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയതെന്നും ഇവർ പറയുന്നു. ജോലി ചെയ്യുന്ന സമയത്ത് ഫിറോസ് അവിടെ നിന്നും ഒളിച്ചോടിയെന്ന കള്ളക്കേസ് കൊടുത്തും 300 കുവൈറ്റ് ദിനാർ കമ്പനിക്ക് കൊടുക്കണമെന്നാവശ്യപ്പെട്ട് വേറൊരു കള്ളക്കേസും കൂടി കൊടുത്തിരിക്കുകയാണ്. കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് വരാനോ അവിടെ ഇനിയൊരു ജോലി ചെയ്യാനോ പറ്റാത്ത തരത്തിൽ മകൻ കൊടും ദുരിതത്തിലായിരിക്കുകയാണെന്നും ആമിന പറഞ്ഞു. 1 വർഷമായി എൻ്റെ മോനാണ് ഭയങ്കര കഷ്ടപ്പാട്ടിലും പട്ടിണിയും എല്ലാം തന്നെയായിട്ടുള്ളത്. എന്തെന്നാ ഞാൻ പറയേണ്ടത്? എനിക്ക് ഇപ്പം ഓരോ കേസ് ഇങ്ങനെ ഇടും, അത് ജയിച്ച് വരുന്നു. ഹൈക്കോർട്ടിലെത്തിയിട്ട് വരെ ഓന് രക്ഷപ്പെട്ടിട്ടാണല്ലോ. ഓൻ ഒറ്റക്ക് പോയിട്ട് ജഡ്ജിനോട് വിവരം പറഞ്ഞ് ഓൻ ജയിച്ചതാണ് കഴിഞ്ഞ 9-ാം തീയതി. എന്നിട്ടും ഇപ്പോൾ അത് മെഞ്ഞാന്ന് കഴിയുന്ന അപ്പുറത്തേക്ക് പിന്നെ ഒരു കേസ് അതിലിട്ടുന്നു. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം പറയാനുള്ള അത് ഒരു കാരണവും ഇല്ലാണ്ട് കമ്പനി പുറത്താക്കിയത്. പുറത്താക്കിയതിനു ശേഷം വേറെ വിസക്ക് കുവൈറ്റിലേക്ക് പോകാൻ നിൽക്കുന്നേരം അവർ റിലീസ് കൊടുക്കുന്നില്ല വിസ. പിന്നെ അവിടെ നിന്നിട്ട് ബേക്കിൽ കേസ് കൊടുത്തോണ്ട് ഇപ്പോൾ 1 വർഷമായി. കഴിഞ്ഞ ജനുവരി 3-നാണ് കമ്പനിയിൽ നിന്ന് പുറത്താക്കിയത്. അതിനുശേഷം ഇപ്പോൾ 1 വർഷമായി അവിടെ പൈസയും ഇല്ല, പണിയും ഇല്ല, പട്ടിണിയായിട്ടാണ് അവിടെ ഉള്ളത്. ഇത് സംബന്ധിച്ച് എംപിക്കും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകുമെന്ന് ബി ആമിന പറഞ്ഞു. ഫിറോസിന്റെ സഹോദരിയുടെ മകനായ ഷാരിഖ് ദിൽഷാദും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.